നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. നിഫ്റ്റി 127 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് കിട്ടിയത്. പ്രധാനമായിട്ടും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു ട്രേഡ് ഡീലിൽ ധാരണയായിട്ടുണ്ട്. ഇത് മദർ ഓഫ് ഡീൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഒഫീഷ്യലായിട്ടല്ല, ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, അതായത് ഇതിൻ്റെ ഒരു വലിപ്പം കാണിക്കാനായിട്ട് മദർ ഓഫ് ഡീൽ എന്നാണ് ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇരു രാജ്യങ്ങളും ഇരു യൂണിയനും തമ്മിൽ സൈനിക കാര്യത്തിലും അല്ലെങ്കിൽ ടെക്നോളജിയിലും അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാവും, താരിഫുകളിൽ ഇളവുണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷകൾ. അപ്പോൾ ഇത് പോസിറ്റീവായൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഈ രമ്യത അല്ലാത്ത സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും വേറെ വിപണി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം മദർ ഓഫ് ഡീല് എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചാലും മദർ ഓഫ് മാർക്കറ്റ് മാർക്കറ്റാണ്. അപ്പോൾ മാർക്കറ്റിന് അല്ലെങ്കിൽ യുഎസിന് മാത്രം എന്താ പറയുക, മാത്രം വളരാതെ മറ്റുള്ള രാജ്യങ്ങൾ വളർന്നാൽ കൂടിയും അത് മാർക്കറ്റിന് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഗോൾഡും സിൽവറും അതിശക്തമായിട്ട് മുകളിലേക്ക് പോവുകയും ഇപ്പോൾ ഓയിൽ 4 മന്ത് ഹൈയിൽ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. എനിവേ, നമുക്കത് പോസ്റ്റ് മാർക്കറ്റിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഏകദേശം 82ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇന്ന് സ്റ്റോക്ക് ന്യൂസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനീസിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പരമാവധി പറയാൻ ശ്രമിക്കാം. എല്ലാം എത്തില്ല. ACC, കൂടാതെ അരവിന്ദ് ഫാഷൻ, ASK മോട്ടോഴ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ബോറോസിൽ റിന്യൂവബിൾ, ബിർള സോഫ്റ്റ്, ബ്രിഗേഡ്, CSB ബാങ്ക്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, ഗ്ലാൻഡ് ഫാർമ, കൂടാതെ ലോധ ഡെവലപ്പേഴ്സ്, L&T ഫുഡ്, M&M ഫിനാൻസ്, മഹാരാഷ്ട്ര സീംലെസ്, മനോരമ ഇൻഡസ്ട്രീസ്, മാരുതി, NDTV, NSDL, പൈൻ ലാബ്, പ്രുഡൻറ്റ്, ക്വിസ് കോർപ്പ്, റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ, രാംകോ സിസ്റ്റം, തൈറോകെയർ, വി-ഗാർഡ്, TVS, അങ്ങനെ 82 കമ്പനീസ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫുൾ ലിസ്റ്റ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലിടാം. ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈസൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഗ്രൂപ്പൊന്നുമല്ല, ന്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഇടാം. അപ്പോൾ കംപ്ലീറ്റ് ലിസ്റ്റും മാർക്കറ്റ് സമയത്ത് ചില ന്യൂസുകൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ ഗോൾഡ് കാണാം $11 ഉയർന്ന് 5193 സിൽവർ കാണാം $7 ഉയർന്ന് 113 ബിറ്റ്കോയിൻ 89,000, ബ്രന്റ് ഓയിൽ 66, നാച്ചുറൽ ഗ്യാസ് 3.7, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25,464. നമുക്ക് ക്ലോസിങ് 25,425. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. കൂടാതെ തന്നെ ഓസ്ട്രേലിയ, കൊറിയ എല്ലാം തന്നെ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് എന്നാൽ 281 പോയിൻ്റ് ഇടിവിലാണ്. കൂടാതെ ഡാക്സ് CAC 40 ഫ്രാൻസ് എല്ലാം മിക്സ്ഡ് ഫ്ലാറ്റ്. ഡോ കാണാം 400 പോയിൻ്റ് ഇടിഞ്ഞു. നാസ്ഡാക്ക് കാണാം 215 പോയിൻറ്റിൻ്റെ പ്ലസ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 1.6 ഇടിഞ്ഞിരുന്നു, പിന്നീട് 0.5% തിരിച്ചു കയറി. വിപ്രോ 2.6 കയറിയിരുന്നു, പിന്നീട് 0.5% അടുത്ത് ഇടിഞ്ഞു. ICICI ബാങ്ക് കാണാൻ എല്ലാം ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിലുള്ള ഒരു ഓപ്പണിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. FIS ഇന്നലെ കാണാം. FIS 3068 കോടി രൂപയുടെ സെല്ല് 27 ജാനുവരി. ഓൾ ടുഗദർ 43,772 കോടി രൂപയുടെ സെല്ലാണ് FISും ഉള്ളത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുവന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഐഡിയ റിസൾട്ട് വന്നു, ലോസാണുള്ളത്, പക്ഷേ ലോസ് കുറച്ചു. കഴിഞ്ഞ തവണ 6,609 കോടി രൂപ ലോസ്, ഇത്തവണ 5,286 കോടി രൂപ ലോസ് കുറച്ചു. റവന്യൂ എന്നാൽ 2% കൂടി. ARPU 186 രൂപയായി. എയർടെലിൻ്റെ ARPU 250 സംതിങ് ആണ്. ആവറേജ് റവന്യൂ പെർ യൂസറാണ് ARPU എന്ന് പറയുന്നത്, അത് കൂടി. ONGC കമ്പനി, ഇവർ ജപ്പാനിലുള്ള മിറ്റൂസോ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മാരിക്കോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്ന് 447 ആയിട്ടുണ്ട്. മോട്ടിലാൽ ഒസ്വാൽ കമ്പനി, ഇവർ നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്ന് 565 കോടി രൂപ, റവന്യൂ 18% ഉയർന്നു. RVNL കമ്പനി
ഇവർക്ക് 242 കോടി രൂപയുടെ ഒരു ഇലക്ട്രിഫിക്കേഷൻ ഓർഡർ സദേൺ സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. വിശാൽ മെഗാമാർട്ട് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്ന് 312 കോടി രൂപയായിട്ടുണ്ട്. അത് കൂടാതെ തന്നെ സ്പന്ദന സ്ഫൂർട്ടി ഫിനാൻഷ്യൽ കമ്പനി നെറ്റ് ലോസാണ് ഉള്ളത്. കമ്പനി 218 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 83 കോടി രൂപ ലോസ് കുറച്ചു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്നാൽ 12% ഉയർന്നു. ബികാച്ചി ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 122% ഇയർ ഓൺ ഇയർ ഉയർന്നു, 62 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ ഇവർ റവന്യൂ 11% ഉയർന്നു. കാപ്ലിൻ പോയിൻ്റ് ലാബ് പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തെന്നുള്ള ന്യൂസുണ്ട്. PC ജ്വല്ലേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 31% ഇയർ ഓൺ ഇയർ ഉയർന്ന് 190 കോടി രൂപ ആയിട്ടുണ്ട്. റവന്യൂ 37% ഉയർന്ന് 875 കോടി രൂപയായി. രാമകൃഷ്ണ ഫോർജിങ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13 കോടി രൂപയാണ്. അത് 35% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ ആണ് ഉള്ളത്. എന്നാൽ റവന്യൂ 2.3% ഉയർന്ന് 1098 കോടി രൂപയായിട്ടുണ്ട്. ടിറ്റാഗ്രഹ് റെയിൽ സിസ്റ്റം കമ്പനി ഇവർക്കൊരു പുതിയ ഒരു മെട്രോയുടെ ഒരു ഓർഡർ ലഭിച്ചു. ABB കമ്പനിയായിട്ട് ആ ഒരു ഓർഡർ സൈൻ ചെയ്തു. സൺ ടെക് റിയാലിറ്റി കമ്പനി ഇവർ 42 കോടി രൂപയിൽ നിന്ന് 58 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഡീപ്പ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്ക് ഗെയിലിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ ലഭിച്ചു. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബഡ്ജറ്റാണ് വരുന്നത്. വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ വിക്സ് സ്പൈക്ക് ചെയ്തിരുന്നു രാവിലെ തന്നെ, അതിനുശേഷമാണ് വിക്സ് കൂൾ ഡൗൺ ആയത്. അപ്പോൾ വിക്സ് നമ്മൾ ആ ഒരു പീക്ക് മൊമെൻറ്റിൽ വെച്ച് നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഇന്നലെ ഉത്തമ ഉദാഹരണമാണ്. വിക്സ് ക്രാഷ് ചെയ്തു, പ്രീമിയം എല്ലാം തന്നെ കൊളാപ്സ് ചെയ്തു. അത് സെല്ലേഴ്സിന് ഗുണം ചെയ്യും, ബയേഴ്സിന് ഗുണം ചെയ്യില്ല. അപ്പോൾ ഈ ബഡ്ജറ്റ് വരെ ഇങ്ങനെ തന്നെയായിരിക്കും മാർക്കറ്റ് നമുക്ക് പൊതുവേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞായറാഴ്ചയാണ് ബഡ്ജറ്റ്, മാർക്കറ്റ് ഓപ്പണാണ്. പൊതുവെ ചില ആളുകൾ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്ന, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ, അങ്ങനെ വേണം പറയാം, ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ബഡ്ജറ്റ്. എന്നാൽ ഭൂരിപക്ഷം ആളുകൾ നഷ്ടം ഉണ്ടാക്കുന്ന സമയമാണ് ബഡ്ജറ്റ്. അപ്പോൾ റിസ്ക് എലമെൻറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ റിസ്കിനെ നിങ്ങൾക്ക് പ്രോഫിറ്റാക്കി മാറ്റാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ബഡ്ജറ്റ് സമയത്തൊക്കെ ട്രേഡ് ചെയ്യുക. അതല്ല, അതിന് പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല എന്ന് നമുക്ക് സ്വയം തോന്നുകയാണെങ്കിൽ മാറി നിൽക്കുന്നതൊന്നും ഒട്ടും പ്രശ്നമുള്ള കാര്യമല്ല. അത് നല്ല തീരുമാനമായിരിക്കും പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇനി വൈകിട്ട് കാണാം. താങ്ക് യു.